Golden Crunch for every golden moments in your life. ആറാമത് നാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ജില്ലയെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ളത്. മൂന്നാളും മൂന്ന് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാവരും 40+ ആണെങ്കിലും ഇപ്പോഴും ആ ഒരു സ്പോർട്സിൽ അവരുടെ മികവ് കാണിക്കുന്ന ആൾക്കാരാണ്. കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട്. ഇപ്പം നമുക്ക് 3 പേരെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പാവറട്ടിക്കാരാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഒരു അഭിമാന താരങ്ങളാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവരും കൂടുതലായിട്ട് പരിചയപ്പെടാം. പേരെന്താ? ഒരു ബൈജു ഫ്രാൻസിസ്. എനിക്ക് 40+ലാണ് മത്സരിച്ചത്. 100 മീറ്ററിൽ 1ാം സ്ഥാനം കിട്ടി. പിന്നെ ലോങ് ജമ്പും അതേപോലെ 200-ൽ 3rd വന്നു. നമ്മളിങ്ങനെ സാധാരണ കോമ്പറ്റീഷനിൽ പോകാറുണ്ട് എപ്പോഴും? ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇവരെല്ലാവരും ചെറുപ്പം മുതൽ ഈ ഒരു കായിക മേഖലയിലുള്ള ആളുകളാണ്. ഒരുപാട് അങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അല്ലേ? നമ്മൾ ഈ ഒരു മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് മുൻപാണെങ്കിൽ? 2-3 കൊല്ലമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിന് മുമ്പ് പങ്കെടുത്തിട്ടില്ല. അതിൽ റെസ്റ്റായിരുന്നു. യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം മീറ്റുകളിൽ പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇപ്പോൾ 45+ ആയപ്പോൾ ഒന്ന് ആഗ്രഹം തോന്നി. അപ്പോൾ പങ്കെടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പങ്കെടുക്കുന്നു. പേരെന്തായിരുന്നു? എൻ്റെ പേര് ജോസഫ്. പാവർട്ടിൻ്റെ വീട്. ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യണു. പാലക്കാട് വർക്ക് ചെയ്യണേ. ഞാൻ ഹാമർ ത്രോയിൽ നാഷണലിൽ ഫസ്റ്റായിട്ട് കിട്ടി. പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ മത്സരങ്ങളിൽ ഹാമർ ത്രോ ആണ് നമ്മുടെ ഐറ്റം. അതിലാണ് ഫസ്റ്റ് കിട്ടിയത്. ഇതിൻ്റെ മുമ്പ് രാജസ്ഥാനിൽ ഒരിക്കൽ പോയിരുന്നു, സെക്കൻഡ് കിട്ടി. അതിൻ്റെ മുമ്പ് ഹരിയാനയിൽ പോയിട്ടൊരു സെക്കൻഡ് കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് കിട്ടി, ഗോൾഡ്. അപ്പൊ ഇങ്ങനെ സ്ഥിരം മത്സരങ്ങളാണ് നമ്മള്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളുള്ളത് ബ്രദറാണ്. അനിയൻ പോലീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആൾക്ക് ഷോർട്ട് പുട്ടില് ചാമ്പ്യൻ. ബ്രദറിന്റെ പേരെന്താ? ജിയോ ജോൺ. അപ്പൊ ചേട്ടനും അനിയനും ഇറങ്ങി മത്സരത്തിന് ഇറങ്ങുന്നത് സ്പോർട്സ് റിലേറ്റഡ്? ആള് സ്പോർട്സ് കോട്ടയിലാണ് ജോലിക്ക് കയറിയിരിക്കുന്നത്. കേരള പോലീസിൽ SI ആയിട്ട് വർക്ക് ചെയ്യും. തൃശ്ശൂർ വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ ഫുഡിന്റെ കാര്യത്തിലും ഒക്കെ ഭയങ്കര ചിട്ടയായിരിക്കുമല്ലോ. രണ്ടുപേരും സ്പോർട്സ് ആയതുകൊണ്ട് മൊത്തത്തില് നമ്മൾ ഈ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചേട്ടൻ അനിയൻ ഒരുമിച്ചാണോ? മാഷിന്റെ പേരെന്താ? ജോബി ജോസ്. ജോബി മാഷ് നമ്മുടെ പാവറട്ടി സെന്റ് ജോസഫ് സ്കൂളിലെ ഈ നിൽക്കുന്ന സ്കൂളിലെ കായികാധ്യാപകനാണ്. നമ്മള് അപ്പൊ പിന്നെ മത്സരം അല്ലെങ്കിൽ കായിക മേഖലയോടുള്ള ബന്ധമൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സ്പോർട്സിൽ അങ്ങനെ പങ്കെടുക്കാറില്ല. സത്യത്തില് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുക, അവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുക, അവർക്ക് പൊസിഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറ്. ഇപ്പൊ ഈ കുന്നംകുളത്ത് പുതിയ സ്റ്റേഡിയം ഒക്കെ വന്നപ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നി. കുട്ടികൾക്ക് അവിടെയാണ് മത്സരം വരുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരെ പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടി ഞാനും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഈ മാസ്റ്റേഴ്സിന്റെ മത്സരം ഉണ്ടെന്ന് ഇവരെ അറിയിച്ചത്. അപ്പോൾ അങ്ങനെ ആറ്റിങ്ങിൽ വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ് മത്സരം. അപ്പോൾ അതിൽ പങ്കെടുത്തു. അങ്ങനെ അതിൽ 2 പൊസിഷൻ വന്നു. അത് കഴിഞ്ഞപ്പോൾ അതിന് നാഷണൽസ് വരുന്നത് കേരളത്തിൽ തന്നെയാണ്. ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കുന്നംകുളത്ത് വെച്ചിട്ടാണല്ലോ. അപ്പോൾ അവിടെയാണ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ഇറങ്ങി ഹഡിൽസിൽ 110 ഹഡിൽസിൽ നമുക്ക് 3rd 3ാം സ്ഥാനം കിട്ടി. അങ്ങനെ പോണു. നമ്മള് ഒരു വലിയ ഗ്യാപ്പിന് ശേഷം അതിപ്പോ 40+ലാണ് ഇറങ്ങിയത്. ഇനിയിപ്പോ അടുത്ത പൊസിഷൻ വരുന്നത് 45+ലേക്കായി. കാരണം ഏജ് ഇപ്പൊ 45ആയി. പിന്നെ അടുത്തേൽ ഇറങ്ങണം. ഇനി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും. നമ്മളൊരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ്ലി മത്സരങ്ങളിൽ കുട്ടികൾക്ക് ഒരു പ്രചോദനമാണല്ലോ. അതെ, കുട്ടികൾ ഭയങ്കര അത് എങ്ങനെയാ അത് ഏറ്റെടുക്കണം. മാഷ് ഇങ്ങനെ പോയി ഇത് ബോയ്സ് സ്കൂളാണ്. ആൺകുട്ടികൾ 1700ഓളം പേര് പഠിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രചോദനമാണ്. അവരെ സ്പോർട്സിനോട് വളരെയധികം സ്നേഹിക്കുന്ന കുട്ടികളാണ്. ഇവിടെ 2 അക്കാദമികളുണ്ട്. ഫുട്ബോളും ബാസ്കറ്റ്ബോൾ അക്കാദമികളുണ്ട്. അപ്പോൾ ഈ 2 അക്കാദമികളും അതുപോലെ തന്നെ മറ്റുള്ള മത്സരങ്ങൾക്കൊക്കെ ഇറങ്ങുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികളായി കഴിഞ്ഞാൽ ഗെയിമാണല്ലോ മെയിനായിട്ട്, സ്പോർട്സിനോടാണ് അവർക്ക് താല്പര്യം. അപ്പോൾ കായികാധ്യാപകൻ ഇറങ്ങിയെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഹരമാണ്. പിന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ അവരുണ്ടാവാറുണ്ട് പല മത്സരങ്ങളിലും. അങ്ങനെ മാഷും കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവാണല്ലേ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇങ്ങനെയുള്ള ഒരു ഇതാവും നമുക്ക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ നോക്കാറുണ്ട്. വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഭക്ഷണമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു മിതമായ ഭക്ഷണം കഴിക്കാറുള്ളൂ. എക്സസൈസ് എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പ്രാക്ടീസ് ഉണ്ട്, ഡെയിലി ഉണ്ട്. അത് ഗ്രൗണ്ടിൽ പോയില്ലെങ്കിലും വീട്ടിൽ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യും. ഇപ്പൊ നമ്മൾ നാഷണൽ മത്സരത്തിന് പോകാനിരിക്കുന്ന സമയത്ത് എക്സ്ട്രാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രാക്ടീസിന്റെ ഈ ഗ്രൗണ്ടിൽ പോകുന്നത് കുറച്ച് കൂട്ടി. കുന്നംകുളത്ത് പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ബൈജേട്ടൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ആഴ്ചയിൽ 3 ദിവസമാക്കി. മുമ്പ് ഞാൻ ആഴ്ച 2 ദിവസം പോകാറുള്ളൂ. ബാക്കിയുള്ള ദിവസം വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. പിന്നെ നമുക്ക് സിന്തറ്റിക് കോർട്ടായ കാരണം രാത്രിയായാലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കോർട്ടിലാണെങ്കിൽ ഇരുട്ടായാലും അതുപോലെ മണലും കല്ലും ചരലൊക്കെ കാരണം സ്പൈക്ക് ഇട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ പോയാണെങ്കിൽ നമുക്ക് കണ്ണടച്ച് ഓടിയാലും നമുക്ക് ഒന്നും അപകടം സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോയത്. അതെ, കുട്ടികളെയും അവിടെ പോയി ചെയ്യിക്കാറുണ്ട്. മത്സരങ്ങൾ വരുമ്പോൾ കുട്ടികളെ അവിടെ കൊണ്ടുപോകാറുണ്ട്. അവരെ പ്രാക്ടീസ് ചെയ്യിക്കാറുണ്ട്.
അവിടെ കയറുമ്പോൾ ചെറിയ എൻട്രി ഫീസൊക്കെ കൊടുക്കണമെങ്കിലും കുട്ടികൾക്ക് താല്പര്യം അവിടെ പോയി ചെയ്യാൻ. കാരണം മുമ്പൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ ആ ഗ്രൗണ്ട് കാണുമ്പോൾ ഒരു പേടിക്കാറുണ്ട്. ചെറിയ കോർട്ടാണ് നമ്മുടെ സ്കൂളിലുള്ള ഗ്രൗണ്ട്. അപ്പോൾ അതിൽ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർ പേടിക്കും, കാരണം വലിയൊരു ഗ്രൗണ്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്രാവശ്യം സ്റ്റേറ്റിലെ 3ാം സ്ഥാനമൊക്കെ ഒരു കുട്ടിക്ക് കിട്ടി. സ്കൂൾ തല ഒളിമ്പിക്സ് മത്സരം ഉണ്ടായിരുന്നു ഈ വർഷം. അപ്പോൾ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 5-8 പേര് നമ്മൾ സ്റ്റേറ്റിൽ അത്ലറ്റിക്സിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിൽ അങ്ങനെ പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ നല്ല രീതിയിൽ മാഷും കുട്ടികളൊക്കെ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ, ഈ ഒരു നാഷണൽ ലെവൽ മത്സരം, അതിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നമ്മളൊന്നുകൂടി ചെറുപ്പത്തിലേക്ക് വരുന്നുണ്ടോന്നൊരു സന്തോഷമുണ്ട് നമുക്ക് ഇതിൽ പങ്കെടുത്ത്. നമ്മളിങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നതോറും, നമ്മൾ എനർജറ്റിക് ആയിരിക്കുന്നതോറും നമ്മളിങ്ങനെ പ്രായം കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊരു പോസിറ്റീവ് എനർജിയും കൂടി കിട്ടുന്നുണ്ട്. നമ്മളിങ്ങനെ ഉഷാറായി ജിൽന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇനി നമ്മളിങ്ങനെ മത്സരങ്ങൾ എന്തായാലും പങ്കെടുക്കും. ഞങ്ങളുടെ ഒരു ടീം തന്നെയായിട്ട് ഇപ്പൊ പാർട്ടിയില് 4 ആൾ ഇപ്പൊ മത്സരത്തിന് പോയിട്ട് നിങ്ങളെ കണ്ട് പ്രചോദനമായിട്ട് ബാക്കിയുള്ളവർക്ക് അവസരം ഉണ്ടാവും. അങ്ങനെ അന്വേഷിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ ആള് ഇവിടുത്തെ PT മാഷാണല്ലോ, ജോബി സാറ്. അതുകൊണ്ട് കുട്ടികളെ ആൾ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ഒരു എനർജി കൂടി കിട്ടുന്നുണ്ട് കുട്ടികൾ. അങ്ങനെ ഒരു കായിക രംഗം എന്ന് എടുത്ത് പറയുമ്പോൾ നമ്മൾ പാവർട്ടിക്കാരൊരു വലിയൊരു ടീമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ? എന്താ കാര്യം എന്ന് വെച്ചാൽ എന്റെ അനിയൻ പോലീസിൽ കയറിയത് ബാസ്കറ്റ്ബോൾ ടീമിലാണ്. അതുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി കിട്ടി, നല്ലൊരു പോസ്റ്റിലെത്തി ഇപ്പോൾ SI ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് ഹെൽത്തി ആയിരിക്കാൻ മാത്രമല്ല, എല്ലാം കൊണ്ടും സ്പോർട്സ് നല്ല കാര്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയാണല്ലേ നമ്മളിലൂടെ. നമ്മുടെ ആ ഒരു എക്സസൈസ് ഒക്കെ നമ്മൾ എന്നും റെഗുലർലി ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ മീറ്റിനുള്ള കാരണം ഇപ്പോൾ എല്ലാ കൊല്ലം മീറ്റ് നടക്കുമല്ലോ. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കും എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ശാരീരിക ക്ഷമത ഉണ്ടാവും. അതാണ് ഒരു പ്രധാന കാരണം. നമ്മൾ ഈ വർക്കിന്റെ ഒക്കെ ഇടയിൽ നമുക്ക് അതിനുള്ള സമയമൊക്കെ കണ്ടെത്താൻ അത് കണ്ടെത്തണം, എന്നാലേ ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലേ, നമ്മുടെ പാഷൻ അല്ല. അപ്പോൾ നമ്മൾ സമയം ഉണ്ടാക്കി ജീവിതാവസാനം വരെ 90 വയസ്സ് വരെയൊക്കെ ഇതിന്റെ മത്സരങ്ങളുണ്ട്, 5 വയസ്സ് ഗ്യാപ്പിൽ. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം വരെ ചെയ്യാം, ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയാലൊന്നും വലിയ ഗുണമൊന്നുമില്ല, നമുക്ക് ജോലി അങ്ങനെ സംഭവമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഒരു ആത്മാർത്ഥത സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. അതെ, നമ്മുടെ സന്തോഷം. നമ്മളിങ്ങനെ ഇതുപോലെ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ എനർജറ്റിക് ആയിരിക്കും. അതിനുള്ള കുറച്ച് അച്ചീവ്മെന്റ്സ് ആണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ. സമ്മാനം കിട്ടുമ്പോൾ ഒരു സന്തോഷം. അതിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിന് സന്തോഷമില്ല. മറ്റേ ഫുട്ബോൾ കളി അങ്ങനെ കളികളുണ്ടല്ലോ, അതാകുമ്പോൾ കളികൾ നടക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇത് പ്രാക്ടീസാണ്, വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതിന് സമ്മാനം കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം മനസ്സിൽ. നമ്മൾ ഈ ചെയ്യുന്നതിനുള്ള ഒരു റിസൾട്ട് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷമാണ് അല്ലേ? അത്ലറ്റിക്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കാരണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും, പക്ഷേ പ്രൈസ് വരുമ്പോൾ സന്തോഷം. അപ്പൊ ഇത് അങ്ങനെ ഉള്ളവർക്ക് ഇത് ചെയ്യാനുള്ള ഹരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഇതാണല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ മത്സരങ്ങളും ഇന്നത്തെ മത്സരങ്ങളുമുള്ള വ്യത്യാസം ഇപ്പോൾ പോകുമ്പോൾ നമുക്ക് ആ ഓർമ്മകളൊക്കെ വരുന്നുണ്ടാവില്ലേ? കോളേജിലും സ്കൂളിലൊക്കെ മത്സരിച്ചത് പണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ സ്പോർട്സ് ചെയ്യണതിന് അഡീഷണൽ ആയിട്ട് ഫുഡ് സപ്ലിമെൻ്റ് ഒക്കെ ഇപ്പോൾ പിള്ളേർ ചെയ്യുന്നുണ്ട്. പണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല, സാധാ എക്സസൈസ് വർക്കൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പ്രോട്ടീൻ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് ചെയ്യുന്നത് അത് തെറ്റുപോലെയായിരുന്നു, കാരണം വെച്ചാൽ ഉത്തേജനം പോലെ തോന്നി. ഇപ്പം എല്ലാവരും പിള്ളേരായാലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും. അന്ന് നമ്മൾ ക്ഷീണം കൊണ്ട് നമ്മുടെ വർക്കൗട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇല്ല, ഫുഡ് സപ്ലിമെൻ്റ് ഒക്കെ കൂടി ചെയ്യുമ്പോൾ വർക്കൗട്ട് കൂടുന്നതോട് കൂടി റിസൾട്ടും വരുന്നുണ്ട്. പണ്ടത്തെ അതിനേക്കാളും കൂടുതൽ റിസൾട്ട്. ആ ചിന്താഗതിയിൽ ഒരു മാറ്റം വന്നു അല്ലേ? കാരണം വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങൾ ചെല്ലുമ്പോഴാണ് വർക്കൗട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ട് വരിക. മറ്റേത് നമ്മൾ നമ്മുടെ സാധാ ഇതിന്റെ ലെവലിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ടാവും. ക്ഷീണം കുറഞ്ഞു, വർക്കൗട്ട് കൂടി, എല്ലാ എക്സസൈസുകൾ തന്നെ പണ്ട് ഉണ്ടായിരുന്ന എക്സസൈസ് എല്ലാം ഇപ്പം നടക്കണം. ഇപ്പോൾ ഒക്കെ വ്യത്യാസമായി. നമ്മൾ പിള്ളേർ ചെയ്യുന്ന എക്സസൈസ് കാണുമ്പോൾ നമ്മൾ പണ്ട് ചെയ്തിരുന്നതൊക്കെ ഒന്നല്ലാത്ത പോലെ ഇപ്പം ആ ചെയ്യുന്ന ഇതുകൊണ്ട് പിള്ളേർ ഡെവലപ്മെന്റ് ആയി, ടൈമൊക്കെ നല്ല ടൈം വരുന്നുണ്ട് പിള്ളേരുടെ കയ്യിൽ. പിന്നെ നമ്മളിപ്പോൾ കുറഞ്ഞു വരികയല്ലേ, നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ ശാരീരികക്ഷമത കുറയല്ലേ, എന്നാലും പറ്റുന്ന ലെവലിൽ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, സമ്മാനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേരളവർമ്മയിലായിരുന്നല്ലേ? ഞാൻ ശ്രീകൃഷ്ണ കോളേജിലുണ്ടായിരുന്നു, കേരളവർമ്മയിലുണ്ടായിരുന്നു, സെന്റ് തോമസിലുണ്ടായിരുന്നു. 3 കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തുനിന്നും നമ്മൾ മത്സരങ്ങൾക്ക് പങ്കെടുക്കാറുണ്ട് അല്ലേ? യൂണിവേഴ്സിറ്റിയിലെ 4 തവണ പങ്കെടുത്ത ടീമിലുണ്ടായിരുന്നു. 3 കൊല്ലം 100 മീറ്റർ ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ജോലിക്ക് നോക്കാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഗവൺമെന്റ് ജോലി കിട്ടിയില്ല. പിന്നെ പ്രൈവറ്റ് ആയിട്ട് ചെയ്യണ കാരണം നമുക്ക് പിന്നെ സമയം കിട്ടി ചെയ്യാനാണ്. നമ്മള് ഈ പറഞ്ഞതുപോലെ ജോലി പ്രാക്ടീസും എല്ലാം കൂടെ അങ്ങനെ പോകുന്നുണ്ടല്ലേ? നമ്മൾ കോളേജിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത ഓർമ്മകളൊക്കെ ഇപ്പോൾ മത്സരത്തിന് പോകുമ്പോൾ വരാറുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ പഠിച്ചിരുന്നത്, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ചെറുപ്പകാലം ഈ സ്കൂളിൽ നിന്നാണ് തുടങ്ങി. 3 നാൾ ഇവിടുന്ന് തന്നെയല്ലേ?
ഞങ്ങൾ 3 പേര് ഈ സ്കൂളിൽ നിന്ന് മൂന്നാളും ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു സന്തോഷ മൊമെന്റ് പങ്കുവെക്കുന്നത് നമ്മുടെ 4 പേരും പഠിച്ചാണ്. നമ്മളിപ്പോ ഇന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ സ്കൂളിന്റെ മുന്നിലാണ്. ഇവിടെ തിരിച്ചു വന്നപ്പോ നമുക്ക് ഒരു ചെറുപ്പകാലം ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഈ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ സ്പോർട്സ് ഇവിടെ ആന്റണി മാഷ്, അതുപോലെ റോയ്സ് മാഷ് ഉണ്ടായിരുന്നു. റോയ്സ് മാഷ് നല്ല രീതിയിൽ എല്ലാ കളികളും കുട്ടികളെ പഠിപ്പിക്കും, പ്രാക്ടീസ് കൊടുക്കുകയും ചെയ്തു. നമ്മുടെ ഈ ഒരു സ്പോർട്സ് ലൈഫിന്റെ ഒരു ബേസ് ഒക്കെ ഇവിടുന്ന് തുടങ്ങിയതാവല്ലേ, ഗ്രൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടുന്ന് കിട്ടി. ഇവിടെ ഉണ്ടാവും, ഉച്ച കഴിഞ്ഞാൽ ഇവിടെ തന്നെ 4 മണിക്ക് 5 മണിക്കൊക്കെ ശേഷം ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു 7 മണി വരെ ഇവിടെ ഗ്രൗണ്ടിൽ ഉണ്ടാവും. ഒരു ഇതൊക്കെ വരാൻ പറ്റാറുണ്ട്, ആഴ്ചയിലെല്ലാം വരാൻ പറ്റാറുണ്ട്. അത്യാവശ്യം വരുമ്പോൾ വരാൻ പറ്റില്ല. മാഷ് PT മാഷ് നല്ല ആക്റ്റീവാണ്. കാലത്ത് ഉച്ചരിഞ്ഞ് 24 മണിക്കൂർ ആള് ഇവിടെ അവൈലബിൾ ആണ്. എപ്പോൾ കുട്ടികളെ വിളിച്ചാലും മാഷ് എത്തും. ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യേണ്ട ആള്. അടുത്തൊരു തലമുറ ആൾ മാഷ് എന്തായാലും ഒരു ബാച്ചിനെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. അത്ലറ്റിക്സ് മാത്രമല്ല, ഗെയിംസും എല്ലാം ഉണ്ട്. എല്ലാ മാഷ് കോച്ചിങ് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. മാഷ് ഇവിടെ പഠിച്ച് ഇവിടെ തന്നെ മാഷായിട്ട് ഇവിടുത്തെ കുട്ടികളെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വളരെ എന്താ പറയാ, ഞാനിവിടെ ഇവിടെ കിട്ടിയതിന്റെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ആളാണ്. കാരണം ഇവിടെ പഠിച്ചു, 10ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ഞാൻ കേരളമേല്, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്രൈസ്റ്റ് കോളേജിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ ജോലി കിട്ടി. ഇവിടെ പഠിക്കുന്ന കാലത്ത് സ്പോർട്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ ഒരു ഇഞ്ചുറി വന്നതിന് ശേഷം ഗെയിംസിലേക്ക് മാറി. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ക്രിക്കറ്റിലേക്ക് മാറി. പിന്നെ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ ഞാനിവിടെ 2012 ഈ സ്കൂളിലേക്ക് വരുന്നത്. അതിന് മുന്നേ ഇവരുടെ തന്നെ CMI സ്കൂളുകളിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം സ്പോർട്സിൽ ഒരുപാട് കുട്ടികളെ നമുക്ക് സ്റ്റേറ്റിൽ പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സ്പോർട്സ് മാത്രമല്ല, ഗെയിംസ്, ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ സ്കൂൾ തലത്തിൽ ഒരു 17-20 ഗെയിമുണ്ട്. അതിലൊക്കെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് പല വിധത്തിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കുട്ടികളാണ്. ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇടിയാണ് അവിടെ. കാരണം വെച്ചാൽ അത്രയും സ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു സ്കൂളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം, ഓരോ ഗെയിമുകൾ നടക്കുന്നത് കാണാം. സ്കൂൾ സമയത്തിന് നോക്കിയാലും അതിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാലും കോച്ചിങ് അവിടെ നടക്കുന്നത് കാണാം. ഫുട്ബോൾ, ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, അതുപോലെ ഒരുപാട് ഗെയിമുകളുണ്ട് ഇവിടെ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ പോകുന്നൊരു സ്കൂളാണ്. അപ്പോൾ നമ്മുടെ ഈ ലോക്കൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നൊരു സ്കൂളാണ് പാവറട്ടി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതുപോലെ +2-ലായാലും അപ്പോൾ നല്ല രീതിയിൽ പോകുന്ന സ്കൂളാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് സ്പോർട്സിൽ അവർ എത്രയെങ്കിലും ഉയരാൻ പറ്റുന്നുണ്ടോ അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അവർ നന്നായി ചെയ്ത് അവർ രക്ഷപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഇതിന് മുന്നേ സന്തോഷ് ട്രോഫി കളിച്ച 2-3 പ്ലെയേഴ്സ് ഉണ്ട് ഇവിടെ. ഈ സ്കൂളിൽ നിന്ന് പോയ സന്തോഷ് ട്രോഫി കളിച്ച പ്ലെയേഴ്സ് ഉണ്ട് ഫുട്ബോളിൽ. അപ്പോൾ അങ്ങനെ പോകുന്നവരുണ്ട്. പിന്നെ ക്രിക്കറ്റിലൊക്കെ കോളേജ് തലത്തിൽ കളിച്ചവരുണ്ട്. ഇന്റർസോണൽ ഡിവിഷനൊക്കെ ക്രിക്കറ്റ് കളിച്ചവരുണ്ട്. പക്ഷേ അതിന് മേലേക്ക് കയറൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്രിക്കറ്റ് ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഫുട്ബോളിൽ നമുക്ക് കേരള ടീമിലൊക്കെ കയറാൻ തന്നെ കുറച്ച് എളുപ്പമുള്ളൊരു ഇതാണ്. കാരണം അവർ നന്നായിട്ട് ചെയ്യുമ്പോൾ അവരെ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റിയ അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ കളിക്കുന്നവരുണ്ട്. അതിൻ്റെ സ്കൂൾ തല ടീമിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ഉണ്ട്. അതുപോലെ അങ്ങനെ പോകുന്നു നല്ല രീതിയിൽ. മാഷൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ ഇപ്പം നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മത്സരിച്ച ആ ഒരു കാലഘട്ടം, അതുപോലെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു സ്പോർട്സിനോടുള്ള മനോഭാവം, അതൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അത് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഫെസിലിറ്റീസ് കുറവായിരുന്നു. അന്ന് വെച്ചാൽ നമുക്ക് ഫണ്ട് വീട്ടിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം. പിന്നെ കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു വീടുകളിൽ. ഇപ്പോൾ ഓരോ വീടുകളിൽ 1-2 കുട്ടികളുള്ളൂ. പാരൻസ് ആണ്. അപ്പോൾ ഒരു ഗെയിം ഉണ്ടെങ്കിൽ അവരെ പാരൻസാണ് കൊണ്ടുവരുന്നത്. ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ഗെയിമിന് നമുക്കൊരു ബൂട്ട് മേടിക്കണമെങ്കിൽ പോലും നമുക്ക് വീട്ടിൽ നിന്ന് പൈസ കിട്ടാറില്ല. ബൂട്ടിലാണ്ടൊക്കെയാണ് കളിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ബൂട്ടോ ബോളോ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഇവിടെ ഒരു ക്യാമ്പ് അടക്കണമെങ്കിൽ ഫുൾ കിറ്റ് അവർ കൊണ്ടുവരണം. ബോളടക്കം അവർ സ്വന്തമായിട്ട് കൊണ്ടുവരണം. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ ഒരു 4 ബോളോ 3 ബോളോ കിട്ടിയിട്ട് അതിലാണ് ഒരു ക്യാമ്പ് നടക്കുക. ഇപ്പോൾ എല്ലാ കുട്ടികളും ഇവിടെ ക്യാമ്പിന് വരുന്നവരെല്ലാവരും സ്വന്തമായിട്ട് ബോൾ കൊണ്ടുവന്നിട്ടാണ് ക്യാമ്പ് നടക്കുക. അപ്പോൾ പണ്ടത്തേനെ അപേക്ഷിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരുടെ പാരൻസ് ഉണ്ട്. ഫെസിലിറ്റീസ് അതുപോലെ തന്നെ ഇവിടെ നെറ്റ്സ് ഉണ്ട്. ക്രിക്കറ്റിൻ്റെ നെറ്റ്സ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്, ഫുട്ബോൾ കോർട്ട് ഉണ്ട്. ഇതൊക്കെ പണ്ടതിനെ അപേക്ഷിച്ച് കുറച്ച് കയറി വന്നിട്ടുള്ളൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ കയറി മേലേക്ക് പോകും. അത്ര നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാനിരിക്കുന്നവരാണ് എല്ലാവരും. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ പാവറട്ടിക്ക് ഇനിയും അഭിമാനകരമാവാൻ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. പാവറട്ടിക്ക് മാത്രമല്ല കേട്ടോ, തൃശ്ശൂർ ജില്ലയ്ക്ക്, കേരളത്തിന് മൊത്തത്തിൽ ഒരുപാട് ഇതുപോലുള്ള നേട്ടങ്ങളുമായിട്ട് ഇനി വീണ്ടും കാണാം. Golden Crunch for every golden moments in your life.